നമസ്കാരം, ഡോക്ടർ സൗമ്യയാണ്. കോഴിക്കോടും മലപ്പുറത്തും വെസ്റ്റ് നൈൽ ഫീവർ, അതായത് വെസ്റ്റ് നൈൽ പനി എന്ന് പറയുന്ന ഒരു പുതിയ പനി സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും സംഭവിച്ച 2 മരണങ്ങൾ അതുകൊണ്ടാണെന്ന് സംശയിക്കുന്നതായിട്ടുള്ള വാർത്തകൾ നിങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഡോക്ടർ ഈ വെസ്റ്റ് നൈൽ പനി, ഇത് അപകടം പിടിച്ച പനിയാണോ, നിപ്പ പോലെയാണോ, അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ കോവിഡ് പോലെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. നോക്കൂ, വെസ്റ്റ് നൈൽ പനി പേടിക്കേണ്ട ഒരു ഭയങ്കര ഭീകരനായ ഒരു പനിയോ അങ്ങനെയൊന്നുമല്ല. ഇത് ഒരു വൈറസ് പരത്തുന്ന, വെസ്റ്റ് നൈൽ വൈറസ് പരത്തുന്ന പനിയാണ്. ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഡെങ്കിപ്പനി പോലെ അല്ലെങ്കിൽ കോവിഡ് പോലെ അങ്ങനെയൊക്കെ തന്നെ. പക്ഷേ ഇത് വലിയൊരു ഭീകരനായിട്ടുള്ള പനിയൊന്നുമല്ല. കാരണം 80-90% ആളുകളിലും ഇത് സാധാരണ ഒരു വൈറൽ പനി പോലെ വന്നു പോകുന്നതാണ്. പക്ഷേ ഏതൊരു വൈറൽ പനിക്കും ഒരു പ്രശ്നമുണ്ട്. ഇത് വളരെ ചെറിയൊരു ശതമാനം ആളുകളിൽ തലച്ചോറിനെയൊക്കെ ബാധിച്ച് അല്ലെങ്കിൽ പല അവയവങ്ങളെ ബാധിച്ച് അതൊരു അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത വെസ്റ്റ് നൈൽ പനിക്ക് മാത്രമല്ല ഏതൊരു വൈറസ് പനിക്കും ഉണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഇതിനെ അപകടം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വൈറസ് പനികളെ പോലെ വളരെ ചെറിയൊരു ശതമാനം ആളുകളിൽ ഇത് കുറച്ച് ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്കും മരണത്തിലേക്കും വരെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് മെയിനായിട്ട് ബാധിക്കുന്നത് തലച്ചോറിനെയാണ്. തലച്ചോറിൽ എഡിമ, ബ്രെയിൻ എഡിമ അഥവാ ഒരു ബ്രെയിനിൽ ഒരു നീർക്കെട്ട് ഇതുണ്ടാക്കും. അതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ ഫിക്സ്, സീഷേഴ്സ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത, അപസ്മാരം ഉണ്ടാവാനുള്ള സാധ്യത, അങ്ങനെ മരണത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയൊക്കെ ഇതിനുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. അപകടം ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. ഇതെങ്ങനെയാണ് പകരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൊതുക്കളാണ്. ഇപ്പം നമ്മുടെ ഡെങ്കിപ്പനിയൊക്കെ പോലെ കൊതുകുകളാണ് ഇത് പരത്തുന്നത്. സോ ഇത് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക്. പക്ഷെ ലിറ്ററേച്ചർ പറയുന്നത് ഒരു വെസ്റ്റ് നൈൽ പനി ഉള്ള ഒരാള് കടിച്ച കൊതു മറ്റേ ഒരാളെ പോയിട്ട് അങ്ങനെ പരത്താനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് പറയുന്നത്. ഇത് ദേശാടന പക്ഷികളും അതുപോലെ തന്നെ കൊതുകുകളുമാണ് ഈ രോഗത്തിനെ മനുഷ്യരിലേക്ക് പടർത്തുന്നത് കേട്ടോ. അപ്പോൾ ആരാണ് പടർത്തുന്നത് പറഞ്ഞാൽ കൊതുകുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് കൊതുകുകളെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. കാരണം കൊതുക് പെരുകുന്ന സ്ഥലങ്ങളിലാണ് ഇപ്പം ഡെങ്കിപ്പനിയൊക്കെ പോലെ ഈ പനിയും പടർന്നു പിടിക്കാനുള്ള സാധ്യത. ഇനി ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, 80-90% ആളുകളിലും സാധാരണ ഒരു വൈറൽ പനിയായിട്ട് ചെറുതായിട്ടുള്ളൊരു ചെറിയ ക്ഷീണം, തളർച്ച, ബോഡി പെയിന്, പനി, അങ്ങനെയൊക്കെ നോർമലി നമുക്കൊരു വൈറൽ പനി വരുമ്പോൾ എങ്ങനെയാണ് വരിക അതുപോലെ വന്നു പോകുന്ന ഒരു പനിയാണിത്. വലിയതായിട്ടുള്ള ലക്ഷണങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. എന്നാൽ വളരെ ചെറിയ ശതമാനം ആളുകളിൽ ഇത് കൂടുതലായിട്ടുള്ള ഛർദി, ഞാൻ പറഞ്ഞല്ലോ ബ്രെയിനിന് എഡിമ, നീർക്കെട്ടുണ്ടാക്കുന്ന ആളുകളിൽ ഇത് തലവേദന, ഭയങ്കരമായിട്ടുള്ള ഓൾട്ടേഡ് സെൻസോറിയം, അതായത് അവർക്ക് ബോധം ഒക്കെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, ഛർദി, അപസ്മാരം, അങ്ങനെയുള്ള കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ വളരെ കുറച്ച് ശതമാനം ആളുകളിലേ ഉള്ളൂ. പക്ഷെ അതും തന്നെ കൃത്യമായിട്ട് സമയത്ത് ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ അവരെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കേണ്ടതാണ്. അപ്പോൾ ലക്ഷണങ്ങൾ മെയിനായിട്ട് ഇതൊക്കെയാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയാനുള്ളത്, ഇതിന് റാഷസ് ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ദേഹത്ത് തടിച്ചു പൊങ്ങിയിട്ടുള്ള ചില ചുണങ്ങുകൾ പോലെയൊക്കെയുള്ള റാഷസ് വെസ്റ്റ് നൈൽ ഫീവറിന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പനിയുണ്ട്, കൂടെ തന്നെ ദേഹത്ത് തണുത്ത് പൊന്തുന്ന റാഷുകൾ കാണുന്നു, അതിൻ്റെ കൂടെ തന്നെ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, മേലുവേദന, തലവേദന അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെച്ചിരിക്കരുത്. ദയവ് ചെയ്തിട്ട് ഇപ്പോൾ ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സ്ഥലത്തുള്ള ആളുകളെങ്കിലും അതിനടുത്തുള്ള ആളുകളെങ്കിലും ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പോയിട്ട് ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ്. സോ ലക്ഷണങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ സിവിയറിറ്റി, അതായത് തലച്ചോറിനെ ബാധിക്കുന്ന സമയത്താണ് ഇത് വളരെയധികം മോശമായ അവസ്ഥയിലേക്ക് പോകുന്നതും മരണത്തിലേക്ക് കലാശിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി ഏത് ടെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രക്തമാണ്. ആദ്യത്തെ ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് പണ്ട് കോവിഡൊക്കെ ചെയ്തിരുന്നില്ലേ PCR ടെസ്റ്റ്, ആ PCR ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് ആദ്യത്തെ ഒരാഴ്ച കണ്ടുപിടിക്കാൻ പറ്റും. ഒരാഴ്ചയ്ക്ക് ശേഷം 7 ദിവസത്തിന് ശേഷമാണെങ്കിൽ ആൻറ്റിബോഡി ടെസ്റ്റ് ഉപയോഗിച്ചാലും ഇത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി ഇത് എവിടെയാണ്, രക്തത്തിൽ നമുക്ക് നോക്കാം. ഇനി തലച്ചോറിനെ ബാധിച്ച ആളുകളാണെങ്കിൽ തലച്ചോറിലുള്ള നമ്മുടെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, നമ്മുടെ നട്ടിൽ നിന്ന് നീര് കുത്തിയെടുക്കുന്ന ആ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, CSF എന്ന് പറയും, ആ ദ്രാവകത്തിൽ നമുക്ക് ഇതിന്റെ ടെസ്റ്റുകൾ ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ബ്ലഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ, അത് ഇല്ല. ഇനി ചികിത്സയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് പ്രത്യേകമായിട്ടുള്ള കുത്തിവയ്പ്പ്, പ്രതിരോധ കുത്തിവയ്പ്പൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഇതിന് പ്രത്യേകമായിട്ടുള്ള മരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. അതായത് ഇന്ന വെസ്റ്റ് നൈൽ ഫീവറിന്, വെസ്റ്റ് നൈൽ വൈറസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള മരുന്ന് എന്ന് പറഞ്ഞിട്ടൊരു മരുന്നില്ല. മെയിനായിട്ട് സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുക. ഇപ്പം നമ്മൾ നിപ്പയ്ക്കും കോവിഡിനൊക്കെ ചെയ്ത പോലെ തന്നെ സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആണ് മെയിനായിട്ട് ഇതിന് കൊടുക്കേണ്ടത്. അതായത് തലച്ചോറിനൊക്കെ നീരുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള സപ്പോർട്ട് കൊടുക്കണം, ശ്വാസകോശത്തിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള സപ്പോർട്ട് കൊടുക്കണം. അപ്പം അങ്ങനെ സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആണ് പനിക്കും അതിൻ്റെ കൂടെ ഉള്ള അതിനനുബന്ധമായിട്ടുള്ള ബാക്കിയുള്ള ലക്ഷണങ്ങൾക്കൊക്കെയുള്ള സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത്. എന്നാൽ വളരെ രോഗം മൂർച്ഛിച്ച ആളുകളിൽ
ആൻറ്റി വൈറലായിട്ടുള്ള റിബാവറിൻ ഇന്റർഫെറോൺ ആൽഫ എന്ന് പറയുന്ന ആൻറ്റി വൈറൽ ജനറലായിട്ട് വൈറസുകൾക്ക് എഗെയിൻസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ചില മരുന്നുകൾ വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖമുള്ള ആളുകളിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. ചില ആളുകളിൽ അത് വളരെയധികം ഇഫക്റ്റീവ് ആണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ചികിത്സയെ പറ്റി പറയാനുള്ളത്. ഇനി ഏറ്റവും അവസാനം എല്ലാവരും ചോദിക്കുന്നത് ഇതിനെപ്പറ്റി പേടിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ വലിയൊരു ആശങ്കപ്പെടാനുള്ള അവസ്ഥയൊന്നും നമ്മുടെ നാട്ടിലിപ്പോൾ ഉണ്ടായിട്ടില്ല. ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ ബാക്കിയുള്ള ഏതൊരു ഇപ്പോൾ ഡെങ്കിപ്പനി അല്ലെങ്കിൽ എലിപ്പനിയൊക്കെ പോലെ തന്നെ നമുക്ക് ആ ഒരു സീരിയസ്നെസ്സോടുകൂടി നമ്മൾ ഡീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കൊതുക്കൾ ഇനി ഇതാ മഴക്കാലം വരാൻ പോവുകയാണ്. കൊതുകുകൾ പെറ്റുപെരുകുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമൊക്കെ ഒന്ന് കണ്ണ് തുറന്നു നോക്കുക. എവിടെയെങ്കിലും ഇപ്പോൾ എന്താ പറയുക ഉപേക്ഷിക്കപ്പെട്ട പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ചിരട്ടകൾ, ടയറ്, അങ്ങനെ കൊതുകിന് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയിൽ കൊതുക് പെറ്റുപെരുകുന്ന എന്തെങ്കിലും അവസ്ഥ നിങ്ങളുടെ വീടിന് ചുറ്റും ഉണ്ടെങ്കിൽ അതൊന്ന് ഡീൽ ചെയ്യുക കേട്ടോ. അതാണ് നമുക്കിതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വെസ്റ്റ് നൈൽ ഫീവറിനെ പറ്റി സംസാരിക്കാനുള്ളത്. കുറേ പേര് ചോദിച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാൻ വിചാരിച്ചത്. സോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. ബൈ.